നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു മകളായിട്ട് എന്റെ അപേക്ഷ എടുക്കണ്ട. അച്ഛൻ ഭരിക്കുന്ന ഈ നാട്ടിലെ ഒരു പ്രജയുടെ അപേക്ഷയായിട്ട് കണ്ടാ മതി. പ്ലീസ് അച്ഛ. ഇനി അച്ഛന് ഞാൻ പറയുന്നത് വിശ്വാസമാകുന്നില്ലെങ്കിൽ എന്നെ കൂടി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാൻ പറയച്ച. ഞാൻ മനസ്സിൽ നിന്ന് അറുത്ത് കളഞ്ഞ ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യം എനിക്കില്ല. അതുകൊണ്ട് ഈ കംപ്ലൈന്റ് തിരിച്ചു വാങ്ങിയിട്ട് പരാതിയില്ല എന്നെഴുതി സൈൻ ചെയ്ത് കൊടുത്തേക്ക്. അല്ല മാമ, സോറി സർ, ഞാൻ ഈ കംപ്ലൈന്റ് തിരികെ വാങ്ങില്ല. ഞാനത് ചെയ്താ അവനിതൊരു വളാവും. ഞാൻ ചെയ്യില്ല. സത്യം പറഞ്ഞ ഇതല്ല ചെയ്യേണ്ടിയിരുന്നത്. എന്നെ ചതിച്ച് ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ സ്വന്തമാക്കി പോയപ്പോ അവനെതിരെ നല്ല വെടിപ്പാറ്റ് പണി തീർക്കുന്നവന്മാരുടെ അടുത്ത് കൊട്ടേഷൻ കൊടുക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് അവൻ ചത്തു മുലച്ചേനെ. എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവാണ് ആ മനുഷ്യൻ. നീ ഇപ്പൊ കൊടുത്ത കള്ളപ്പരാതി കാരണം രാജുവിന്റെ ശരീരത്തില് ഈ പാടുകൾ അത്രയുണ്ടായത്. രാജുവിനെ കൊണ്ട ഓരോ അടിയും എന്റെ ഉള്ളില് മുറിവുകൾ ഉണ്ടാക്കുന്നത്. അത്രമാത്രം വിഷമിച്ച് നിൽക്കുന്ന എന്റെ മുന്നിൽ വെച്ച് രാജുവിനെ കൊല്ലുമെന്ന് പറയാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? എന്റെയും എന്റെ അച്ഛന്റെയും ഇടയിലുണ്ടായിരിക്കുന്ന 99% പ്രശ്നങ്ങളും നീ നിന്റെ അമ്മയും ചേർന്നുണ്ടാക്കിയതാ. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോഴും അതിനെ വളർത്തി വലുതാക്കാൻ വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു. ഓരോ പ്രശ്നങ്ങളും സോൾവ് ആക്കി അച്ഛനോട് അടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അപ്പൊ അടുത്ത പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ വരും. സത്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുക ചെയ്തത്. ഞങ്ങളുടെ ജീവിതത്തില് സന്തോഷം തല്ലിക്കെടുത്തുകയാണ് നിങ്ങൾ ചെയ്തത്. അറിയാൻ വേണ്ടി ചോദിക്കുക, ഞാനും അച്ഛനും നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്റെ ജീവിതം നശിപ്പിച്ച് ഒരു പരുവത്തിലെത്തിച്ചു. എല്ലാത്തിനും ഒടുവിൽ എന്നെ സഹായിക്കുന്നതിനും എന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നതിനും എന്റെ ഏതാഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിനും പ്രാധാന്യം കൊടുക്കുന്ന രാജുവിനെ കണ്ടത്. എന്നെ അത്രയ്ക്ക് കെയർ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ രാജുവിനെ കല്യാണം കഴിച്ചതും അവന്റെ കൂടെ ജീവിക്കുന്നതും. അതിനും നിങ്ങളൊന്നും എന്നെ അനുവദിക്കില്ലേ? ഞാനിനി എന്താ ചെയ്യേണ്ടത്? മരിക്കണോ? എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്താലും ദീപക്കെ, നിനക്ക് എന്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ല. നാണം കെട്ട് എന്റെ പുറകെ ഇങ്ങനെ വരാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.